ഗായ്സ്, ഇന്ന് നമ്മൾ പോയത്, ഇന്ന് ഞായറാഴ്ച അല്ല, ലീവല്ല അന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ പോയത് എവിടെയെന്ന് വെച്ചാൽ ബംഗ്ലോ റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ ചട്ടിച്ചോറ് ഒക്കെ കഴിച്ചു, പക്ഷെ അതിന് വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ ഇവാൻ പറഞ്ഞു, കുറേ നാളായി പറഞ്ഞു എനിക്ക് പാനിപ്പൂരി വേണം എന്ന് പറഞ്ഞു. ഇവാൻ എന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്റർ മോനാണ്. അപ്പോൾ അവൻ പറഞ്ഞു കുറേ നാളായി പറയുന്നത് എനിക്ക് പാനിപ്പൂരി വേണം എനിക്ക് ഭയങ്കര പാനിപ്പൂരിൻ്റെ ഒരാളാണ്. അങ്ങനെ ഞങ്ങൾ അവിടത്തേക്ക് പോയി. ഞങ്ങൾ അങ്ങനെ പാനിപ്പൂരിയൊക്കെ ഓർഡർ ചെയ്തു. അപ്പോൾ ഇവർ പാനിപ്പൂരി ആക്കാൻ റെഡിയായി നിന്നു. അപ്പോൾ പിന്നെ ഇങ്ങനെ ഇവർ ഓരോരോ പൂരി എടുത്ത് അതിനെ ഹോൾസാക്കി അതിലോട്ടേക്ക് പാനിപ്പൂരി എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ അതിൽ അയാൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവൻ ഭയങ്കര എക്സൈറ്റഡ് ആണെന്ന് പറഞ്ഞാൽ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പാനിപ്പൂരിയൊക്കെ ഇയാൾ റെഡിയാക്കിക്കൊണ്ടിരുന്നു. ഫൈനൽ ലുക്ക് നല്ല രസമാട്ടോ. ഇപ്പോൾ വരും ഫൈനൽ ലുക്ക് പാനിപ്പൂരിയൊക്കെ റെഡിയായി. അപ്പോൾ ഇവാൻ പറയുന്നുണ്ട് വേഗം കൊണ്ട് എനിക്ക് ഭയങ്കര പൈച്ചിട്ട് ചെയ്യുന്നില്ല. ഓൻ ചട്ടിച്ചോറൊന്നും വേയിച്ചില്ല ഗൈസ്. അപ്പോൾ അവനക്ക് പാനിപ്പൂരിയാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ പാനിപ്പൂരിയൊക്കെ ചോദിച്ചു. അത് പാനിപ്പൂരി എത്തുമ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവൻ പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ച് അത് വാങ്ങിക്കുമ്പോഴത്തേക്കും അവൻ്റെ റിയാക്ഷൻസ് നല്ലതുണ്ട്. എന്ന് വെച്ചാൽ അവനോട് ഞാൻ ചോദിച്ചു ടേസ്റ്റ് ഉണ്ടോ. അപ്പോൾ അവൻ പറയുന്നതാണ് നല്ല ടേസ്റ്റ് ഉണ്ട്, പാനിപ്പൂരി നല്ല ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ ഒരാടെ ഇരുന്നിട്ടായിട്ട് ഓരോന്നോരോന്ന് എടുത്തു. എനിക്ക് അറിയാം എങ്ങനെ കഴിക്കാമെന്നെല്ലാം അറിയാം. എന്നിട്ട് ഓരോന്നോരോന്ന് എടുത്തു. എന്നിട്ട് ഓൻ്റെ ഉമ്മാന്നത് ഞാൻ വീഡിയോ ഒന്നും വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊരോന്ന് ഇട്ട് കൊടുത്തു. കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഞാൻ ചോദിച്ചു, ഓന് ഭയങ്കര എക്സൈറ്റഡ് ആണ് പാനിപ്പൂരിയൊക്കെ കണ്ടിട്ട്. എങ്ങനെ വെരി ടേസ്റ്റി എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ഫുള്ളും ഒരു 5 പാനിപ്പൂരി ഉണ്ടായിരുന്നു. 3 അവൻ തന്നെ കഴിച്ചു. ഇടയിൽ ഞാനൊന്ന് സാപ്പിട്ടു. ബംഗ്ലൊന്ന് ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സൂപ്പർ ടേസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ.